നമസ്കാരം. ഇത് മുഴുവൻ കണ്ടു തീരും വരെ ആരും കൂക്കി വിളിക്കില്ല എന്ന വിശ്വാസത്തോടെ തുടങ്ങുകയാണ്. ഒരിക്കലൊരാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലിരുന്ന ഏതാനും പയ്യന്മാർ ചെറുതായിട്ടൊന്ന് കൂവി. രോഷമെല്ലാം ഉള്ളിലൊതുക്കി പ്രഭാഷകൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ കൂവിയാൽ ഞാനേ കേൾക്കൂ, ഞാൻ ഈ മൈക്കിലൂടെ കൂവിയാൽ നാട് മുഴുവൻ കേൾക്കും. തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിലേക്കെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂവിയ ആളെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത വായിച്ചപ്പോഴാണ് കൂവൽ കഥകളെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് കൂകിപ്പാഞ്ഞു പോയത്. നമ്മുടെ മുഖ്യമന്ത്രിക്കും ഇത്തരത്തിലൊരു കൂവൽ പരീക്ഷിച്ചു നോക്കാമായിരുന്നു. കൂവിയവനും അവന് വാശി കയറ്റവരുമൊക്കെ അതോടെ ഊശിയായിപ്പോയനെ. കൂവൽ എക്കാലത്തും ജനാധിപത്യത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സർഗപ്രക്രിയയാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കളെ കൂവാനുള്ള അവകാശം കൂടി ഉൾപ്പെടുന്നതാണ് ഭരണഘടന. അതുകൊണ്ടാണല്ലോ എഴുത്തുകാരനായ ലാസർ ഷൈന് തൻ്റെ ചെറുകഥാ സമാഹാരത്തിന് കൂ എന്ന് പേരിടാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു കൂവലും വാർത്തയായത് എന്നത് മറ്റൊരു കൗതുകം. ഇത്തരത്തിലുള്ള രസകരമായ ചില അടയാളപ്പെടുത്തലുകൾ കൂടി ഉൾപ്പെട്ടതാണ് കേരള ചരിത്രം എന്നതാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വേദികളിൽ നിന്ന് കൂക്കിവിളിയും കല്ലേറും ചെരിപ്പേറുമൊക്കെ ഏറ്റുവാങ്ങിയവർ ചില്ലറക്കാരൊന്നുമല്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ഘടാഘടിയന്മാർ തന്നെ. മഹാകവി വള്ളത്തോളിൽ നിന്ന് തന്നെ തുടങ്ങാം. വള്ളത്തോൾ മുംബൈയിൽ ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. അപ്പോൾ കാണികളുടെ പിൻനിരയിൽ നിന്ന് കൂവലുയർന്നു. കേൾവിശക്തി നഷ്ടപ്പെട്ടിരുന്ന വള്ളത്തോൾ അതറിഞ്ഞില്ല. ആരോ അക്കാര്യം അറിയിച്ച ഉടനെ പ്രസംഗത്തിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞു, കൂവുന്നവർ കൂവിക്കോട്ടെ, വള്ളത്തോളിന് ചെവി കേൾക്കില്ല എന്ന് അവർക്ക് അറിയില്ല. ഞാൻ പറയാനുള്ളത് എങ്ങനെയായാലും പറയും. അവർ കൂവിയാൽ ഞാൻ കേൾക്കുകയില്ല, ഞാൻ പറഞ്ഞാലോ അവർ കേൾക്കുകയും വേണം. എതിർപ്പുകളുടെ ആശാനായ തൻ്റെ ആത്മകഥയ്ക്ക് എതിർപ്പെന്ന് പേരിട്ട കഥാകാരൻ പി കേശവദേവ് ഒരിക്കൽ കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനത്തിനെത്തി. ദേവ് പ്രസംഗം ആരംഭിച്ചപ്പോൾ വലിയ ബഹളം. കുട്ടികൾ അദ്ദേഹത്തെ കൂവിയിരുത്താൻ നോക്കി. പെട്ടെന്ന് സകലരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദേവ് മൈക്കിലൂടെ കൂവാൻ തുടങ്ങി. സമരമുറകളെല്ലാം മറന്ന് വിദ്യാർത്ഥി ഐക്യം സ്തംഭിച്ചിരുന്നു പോയി. ഈ സമയത്ത് നിങ്ങളുടെ കോളേജ് യൂണിയൻ ഞാൻ കൂവിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കേശവദേവ് വീണ്ടും കൂവി. ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാം കോളേജ് പിള്ളേരുടെ കൂവലിനെ നേരിട്ടതും രസകരമാണ്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ അതിഥിയായി എത്തിയ ജോൺ എബ്രഹാം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കുട്ടികൾ നിർത്താതെ കൂവാൻ തുടങ്ങി. ജോൺ നടന്ന് മൈക്കിനടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂവിയാൽ മാത്രം പോരാ, ഈ കോളേജിന് തീ വയ്ക്കണം. പക്ഷെ തീ വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ജോൺ പ്രസംഗം തുടങ്ങി. പിന്നെ ആരും അനങ്ങിയില്ല. തൻ്റേതല്ലാത്ത കാരണത്താൽ കോളേജ് പിള്ളേരുടെ കൂവൽ വാങ്ങിക്കൂട്ടിയ ആളാണ് MT വാസുദേവൻ നായർ. MT അന്ന് എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രസംഗിക്കാൻ പോയതാണ്. ആർക്കെങ്കിലും പിടിക്കാതെ വന്നാൽ ഒരു സൂചന തന്നാൽ മതി, പ്രസംഗം നിർത്തിക്കോളാം എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം തുടങ്ങിവെച്ചത്. സുപ്രഭാതം എന്ന പേരിൽ കോളേജിലാകെ അറിയപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ആ സദസ്സിലുണ്ടായിരുന്നു. MT സാന്ദർഭികമായി തൻ്റെ പ്രസംഗത്തിൽ ഒരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞതോടെ കൂക്കിവിളിയും ബഹളവുമായി. അതോടെ അദ്ദേഹം പ്രസംഗം നിർത്തി. MT കരുതിയത് ആമുഖമായി പറഞ്ഞതുപോലെ കുട്ടികളുടെ കൂക്കിവിളി പ്രസംഗം നിർത്താനുള്ള സൂചനയാണ് എന്നായിരുന്നു. ഏതായാലും പലരും പല മാതിരി പറഞ്ഞിട്ടും വാസുദേവൻ നായർ വഴങ്ങിയില്ല. അടുത്ത കൂവൽ നടക്കുന്നത് 90കളുടെ തുടക്കത്തിലാണ്. മുഖ്യമന്ത്രി പ്രസംഗിച്ച നിശാഗന്ധി ഓഡിറ്റോറിയം തന്നെയാണ് വേദി. കോളേജ് കുട്ടികളുടെ ഒരു പരിപാടി നടക്കുകയാണ്. ഉജ്ജ്വല വാഗ്മിയായിരുന്ന IPS ഓഫീസർ N കൃഷ്ണൻ നായരാണ് മുഖ്യ അതിഥി. പ്രഭാഷണത്തെക്കുറിച്ച് പ്രസംഗകല ഒരു പഠനം എന്ന പേരിൽ ആധികാരികമായ ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ആളുകൂടിയാണ് കൃഷ്ണൻ നായർ. എല്ലാ കാലത്തും എന്ന പോലെ അന്നും കുട്ടികൾക്ക് കൂവാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടിയിരുന്നില്ല. കൃഷ്ണൻ നായർ പ്രസംഗിക്കാൻ തുടങ്ങിയതോടെ അവർ നിർത്താതെ കൂവാൻ തുടങ്ങി. അദ്ദേഹം പക്ഷേ തോറ്റു പിന്മാറിയില്ല.
കുട്ടികളെ കൂവിത്തെളിയാൻ അനുവദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പ്രസംഗം തുടർന്നു. പതുക്കെ പതുക്കെ കൂവൽ അടങ്ങി. വൈകാതെ സദസ്സ് നിശബ്ദമായി. തുടർന്ന് അരമണിക്കൂറോളം കൃഷ്ണൻ നായർ സാർ തൻ്റെ അതിമനോഹരമായ പ്രസംഗം തുടർന്നു. ആ വാഗ്ധോരണിക്ക് മുന്നിൽ കുട്ടിപ്പട്ടാളം ആയുധം വെച്ച് കീഴടങ്ങി. കൂവലിനേക്കാൾ ഉച്ചത്തിലുള്ള കയ്യടിയോടെയാണ് കൃഷ്ണൻ നായർ സാർ അന്ന് വേദി വിട്ടത്. എഴുത്തുകാരനും രാഷ്ട്രീയക്കാരനുമൊക്കെ ആയിരുന്ന കൈനിക്കര പത്മനാഭപിള്ള ചങ്ങനാശ്ശേരി കവലയിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിനിടയിൽ ആരോ ചിലർ അദ്ദേഹത്തിന് നേർക്ക് കല്ലെറിയുകയും ചെളി തെറിപ്പിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. പ്രസംഗവേദിയിൽ വീണ കരിങ്കൽ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് സദസ്യരെ കാണിച്ചുകൊണ്ട് കൈനിക്കര പറഞ്ഞു, രാഷ്ട്രീയ പ്രവർത്തനത്തിന് കിട്ടിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്ന നിലയിൽ തൻ്റെ മക്കൾക്ക് ഒസ്യത്തായി നൽകാൻ ഇവയെല്ലാം എന്നെന്നും ഭദ്രമായി സൂക്ഷിക്കുന്നതാണ്. ഇത്തരത്തിലൊരു സംഭവം അങ്ങ് വിദേശത്തുമുണ്ടായി. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത്. അദ്ദേഹം ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. ആരോ ഒരാൾ തൻ്റെ ഷൂ എടുത്ത് മാർട്ടിൻ ലൂതർ കിങ്ങിനു നേരെ എറിഞ്ഞു. ജനക്കൂട്ടം ഞെട്ടിത്തരിച്ചു. മാർട്ടിൻ ലൂതർ ആകട്ടെ കുനിഞ്ഞ് ആ ഷൂസ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എനിക്കൊരു ഷൂസ് വാങ്ങാനുള്ള കഴിവില്ലെന്നറിയാവുന്ന ഏതോ ഒരു ഉദാരമതി ഒരു ഷൂസ് എറിഞ്ഞ് തന്നിരിക്കുകയാണ്. ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്നതാണ് എൻ്റെ പരാതി. അതിനാൽ മറ്റേ ഷൂസ് കൂടി എനിക്ക് എറിഞ്ഞു തരാൻ മാന്യദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനം ആർത്ത് ചിരിച്ചു. പിന്നാലെ നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. 2019 കാലത്ത് പത്രപ്രവർത്തകനായ ജർണൈൽ സിംഗ് അന്നത്തെ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെ ചെരുപ്പെറിഞ്ഞതും അതേ തുടർന്ന് അത് പേടിച്ച് ഉത്തരേന്ത്യൻ നേതാക്കൾ പലരും പ്രസംഗവേദിക്ക് കുറുകെ വലകെട്ടി പ്രസംഗിച്ചതുമൊക്കെ ഇന്ത്യ മുഴുവൻ കണ്ട് ചിരിച്ചതാണല്ലോ. അതൊക്കെ ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണ്. അതിനാൽ അതിനൊന്നും മെനക്കെടാതെ കൂവുമ്പോഴും കല്ലെറിയുമ്പോഴും ചെരിപ്പെറിയുമ്പോഴുമൊക്കെ രസകരമായി പ്രതികരിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് കൂവിത്തെളിഞ്ഞ് മുഖ്യമന്ത്രി പദം വരെ എത്തിയ വിശാല ഹൃദയനായ നമ്മുടെ ആശാൻ തന്നെ കൂവിയ ആളോട് ക്ഷമിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂവിയ സമയത്ത് രക്ഷാപ്രവർത്തകരൊന്നും ഏറ്റെടുക്കാതിരിക്കാനായി പോലീസിനെ കൊണ്ട് അയാളെ കസ്റ്റഡിയിൽ എടുപ്പിച്ചതാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്വസിക്കട്ടെ. ഇപ്പോഴും വിശ്വാസം അതുതന്നെയല്ലേ എല്ലാം.